അതെ, ഈയിടെയായിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ അത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പേ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യത്തിൻ്റെ കൂടെ അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും കൂടെ വാങ്ങിക്കുമല്ലോ. അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഈ ഒരു കട്ടിംഗ് ബോർഡ്. പക്ഷേ ഈ ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങിക്കുന്നതിൻ്റെ പിന്നിൽ വേറൊരു സംഭവമുണ്ട്. ഈ ഒരു കത്തി ഞാൻ വാങ്ങിച്ചതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു കത്തി ഇക്ക അങ്ങനെ കടയിൽ കണ്ടപ്പോൾ പറഞ്ഞു നല്ല ഭംഗിയുണ്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞ്. ഈ ഒരു കത്തി വാങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു നമ്മൾ സാധാരണ കത്തി അധികവും ഇതുപോലെയുള്ള കത്തി ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ മീറ്റൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞങ്ങളിവിടെ കൂടുതലും അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിക്കൽ. എന്തായാലും കണ്ടപ്പോൾ വാങ്ങിക്കാം. എന്നോട് പറഞ്ഞേ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എടുക്കാമല്ലോ, ഉപയോഗിക്കാമല്ലോ, കുറച്ചും കൂടെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ കൂടുതൽ ഞാൻ കുറേ ആയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതായിരുന്നു ഈ ഒരു ടൈപ്പിലുള്ള കട്ടിംഗ് ബോർഡ്. അപ്പം അതും കൂടെ ഒന്ന് വാങ്ങിച്ച്. പക്ഷേ ഈ ഒരു കത്തി ഞാൻ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല സാധനമാണ്, നല്ല അടിപൊളിയാണ്. പക്ഷേ എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ വിചാരിച്ചു ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം പിറ്റത്തെ ദിവസം ബീഫ് സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ, അതേപോലെ തന്നെ ബീഫ് ഒക്കെ ഉപ്പും കുരുമുളകൊക്കെ ഇട്ടൊന്ന് വേവിച്ച് വെക്കുകയും ചെയ്യാം. എന്നാൽ രാവിലെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാമല്ലോ. ഈ ഒരു കറി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് ഉച്ചക്കത്തേക്ക് നെയ്ച്ചോറും ഉണ്ടാക്കാം, രാവിലത്തേക്ക് പത്തിരി ഉണ്ടാക്കിയാൽ അത് മതിയല്ലോ, കറി ഒരൊറ്റ കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് ബോക്സിലാക്കി എടുത്ത് വെച്ച്, അതേപോലെ തന്നെ ബീഫ് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഐസൊക്കെ പോയതിന് ശേഷം വെറും ഉപ്പും കുരുമുളകും മാത്രം ഇട്ടൊന്ന് വേവിച്ച് അതും മാറ്റി വെച്ചിട്ടു. ഫ്രിഡ്ജിലേക്കൊന്നും വെക്കൂല, ഇറച്ചി വേവിച്ചിട്ട് പുറത്ത് വെക്കുക തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിറ്റത്തെ ദിവസം രാവിലെയാണ് ഇട്ടത്. രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ പ്ലാനിങ് ഒക്കെ മാറി. കാരണം രാവിലെ എഴുന്നേറ്റപ്പോൾ തലേ ദിവസം നല്ല ചുമയും ജലദോഷമായിട്ട് രാത്രി ശരിക്കും ഉറക്കം കിട്ടാത്തതുകൊണ്ട് പത്തിരിയിൽ നിന്ന് പ്ലാനിങ് ഞാൻ മാറ്റി. അവസാനം പുട്ടും പഴമായി. എന്തായാലും കറി ഉണ്ടാക്കാം, ഉച്ചക്കത്തേക്ക് വേഗം നെയ്ച്ചോറ് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് അത് കുറച്ചെടുത്തിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെച്ചു. പിന്നെ വെജിറ്റബിളൊക്കെ കട്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റൂ റെഡിയാക്കി എടുക്കാനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സ്പൈസസ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇതിലേക്ക് പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫും പിന്നെ പച്ചക്കറി ഇട്ട് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ആദ്യം ഞാൻ 3-ാം പാലിലാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. 3 പാലെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെന്തതിന് ശേഷം പിന്നെ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തു. ചിലവർ 2 പാല് മാത്രമേ എടുക്കാറുള്ളൂ. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഓരോരുത്തരുടെ ടേസ്റ്റും ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കും. ഈ ഒരു ടൈമിൽ പുട്ടും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചായ ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. എന്നാൽ പിന്നെ ആവശ്യക്കാർക്ക് എടുത്ത് അപ്പോൾ ചൂടോടെ തന്നെ കുടിക്കാമല്ലോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഒന്നാമത് അതൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പക്ഷേ ഇത് എടുക്കണമെന്ന് വിചാരിച്ച് പകുതി ആക്കി വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. 2-ാം പാൽ ഒഴിച്ച് ഒന്ന് വെന്തതിന് ശേഷമാണ് പിന്നെ ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി കുറച്ച് വലുതാക്കി കട്ടാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഭയങ്കരമായിട്ട് അതിൻ്റെ പുളി ഇറങ്ങുകയും ചെയ്യരുത്, എന്നാൽ തക്കാളി വേണേ. കറി ഒരു സൈഡിൽ റെഡി ആവുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള അരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുമ്പം ആദ്യം റൈസ് ഒന്ന് വേവിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നെയ്യിൽ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കലാണ്. പിന്നെ നെയ്യ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കും. എപ്പോഴും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കൽ. കറക്റ്റ് അളവിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് ഞാൻ 1-ാം പാലും കൂടെ ചേർത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് അത് കഴിഞ്ഞ് അവസാനം കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കും. പിന്നെ എരിവ് കുറച്ച് കുറവുള്ള പോലെ തോന്നിയതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ മോനുള്ള ചോറ് ലഞ്ച് ബോക്സിലാക്കി, കറി ഒരു ചെറിയൊരു പാത്രത്തിലും ആക്കി. ഈ ഒരു ലഞ്ച് ബോക്സ് വാങ്ങിയതിന് ശേഷം എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള റൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുത്തേക്കാം കേട്ടോ. കാരണം അവർ ഷെയർ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കൊടുത്തേക്കാൻ പറ്റും. അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് അവന് സ്കൂളിലേക്ക് പോയി. അതേപോലെ തന്നെ മോളെ അംഗനവാടിയിലും കൊണ്ടായാക്കി ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. KSF-യിൽ പോകാനുണ്ടായിരുന്നു ഇക്കാക്ക്. അപ്പോൾ കൂടെ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാനും പോയി. അപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു 5-6 വർഷം മുമ്പ് ഞാനൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊന്ന് എടുക്കാൻ വിചാരിച്ചിട്ട് അതെടുത്ത് എൻ്റെ ഫോണിൻ്റെ കേസ് മാറ്റാനും സ്ക്രീൻ ഗാർഡ് മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പിന്നെ ഒരു ചെറിയൊരു സമൂസയും ചായയൊക്കെ കുടിച്ചൊരു 12 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു.